ന്യായാധിപന്മാർ 4-ാം അധ്യായം. 1. ന്യായാധിപന്മാർ 4-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? എത്ര ശീർഷകങ്ങളുണ്ട്? ഉത്തരം: 24 വാക്യങ്ങൾ, ഒരു ശീർഷകം. ശീർഷകത്തിൻ്റെ പേര് ദബോറയും ബാറക്കും. 2. ഏഹൂദിന് ശേഷം ഇസ്രയേൽ വീണ്ടും തിന്മ പ്രവർത്തിച്ചപ്പോൾ കർത്താവ് അവരെ ആർക്ക് വിട്ടുകൊടുത്തു? ഉത്തരം: ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബിന്. 3. യാബിൻ്റെ സേനാപതി ആര്? ഉത്തരം: ഹറോഷത്ത് ഹഗോയമിൽ വസിച്ചിരുന്ന സിസേറ. 4. യാബിൻ ഇസ്രയേൽ ജനത്തെ എത്ര വർഷം പീഡിപ്പിച്ചു? ഉത്തരം: 20 വർഷം. 5. അന്ന് ഇസ്രയേലിൽ ന്യായപാലനം നടത്തിയിരുന്നത്? ഉത്തരം: ലപിദോത്തിൻ്റെ ഭാര്യയായ ദബോറ. 6. ദബോറ സാധാരണ എവിടെയാണ് ഇരിക്കാറുള്ളത്? ഉത്തരം: എഫ്രായിം മലനാട്ടിൽ റാമായ്ക്കും ബേഥേലിനും ഇടയ്ക്കുള്ള ദബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ. 7. ഇസ്രയേൽ ജനം വിധി തീർപ്പിനു വേണ്ടി സമീപിക്കുന്നതാരെ? ഉത്തരം: ദബോറയെ. 8. ദബോറ നഫ്താലിയിലെ കേദശിൽ നിന്ന് ആളയച്ചു വരുത്തിയതാരെ? ഉത്തരം: അബിനോവാമിൻ്റെ മകനായ ബാറക്കിനെ. 9. നഫ്താലിയുടെയും സെബലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് എത്ര പേരെ താബോർ മലയിൽ അണിനിരത്താനാണ് ദബോറ ബാറക്കിനോട് പറഞ്ഞത്? ഉത്തരം: 10,000 പേരെ. 10. ഏതു നദിയുടെ സമീപത്ത് വച്ചാണ് സിസേറ ബാറക്കിനെ എതിർക്കാൻ ഇടയാകുമെന്ന് ദബോറ പറയുന്നത്? ഉത്തരം: കിഷോൻ നദിയുടെ. 11. കർത്താവ് സിസേറയെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്നാണ് ദബോറ ബാറക്കിനോട് പറയുന്നത്? ഉത്തരം: ഒരു സ്ത്രീയുടെ കയ്യിൽ. 12. ദബോറ പറയുന്ന ആ സ്ത്രീ ആരാണ്? ഉത്തരം: ഹേബറിൻ്റെ ഭാര്യ ജായേൽ. 13. നീ എന്നോടുകൂടെ വന്നാൽ ഞാൻ പോകാം, ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ബാറക്ക് ദബോറയോട്. 14. ഞാൻ തീർച്ചയായും നിന്നോടുകൂടെ വരാം, നിന്റെ ഈ വഴി മഹത്വത്തിലെത്തിക്കുകയില്ല. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ദബോറ ബാറക്കിനോട്. 15. അധ്യായം 4 വാക്യം 10 പ്രകാരം ബാറക്ക് സെബുലൂണിനെയും നഫ്താലിയെയും ഡാഷിൽ വിളിച്ചുകൂട്ടി. ഡാഷ് പടയാളികൾ അവൻ്റെ പിന്നിൽ അണിനിരന്നു. ഉത്തരം: കേദശിൽ വിളിച്ചുകൂട്ടി 10,000 പടയാളികൾ അവൻ്റെ പിന്നിൽ അണിനിരന്നു. 16. കേന്യനായ ഹേബർ മോശയുടെ അമ്മായിയപ്പനായ ഹോവാബിൻ്റെ വംശജരായ കേന്യരെ വിട്ടുപോന്നു എവിടെയാണ് പാളയമടിച്ചത്? ഉത്തരം: കേദശിനടുത്ത് സനാന്യമിലെ ഓക്കുമരത്തിന് സമീപം. 17. അബിനോവാമിൻ്റെ മകനായ ബാറക്ക് ഡാഷ് നീങ്ങിയിരിക്കുന്നുവെന്ന് സിസറ കേട്ടു. ഉത്തരം: താബോർ മലയിലേക്ക്. 18. അവൻ തൻ്റെ 900 ഇരുമ്പ് രഥങ്ങളും അതോടൊപ്പം ഡാഷ് മുതൽ ഡാഷ് വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് എല്ലാവരെയും ഒന്നിച്ചുകൂട്ടി. ഉത്തരം: ഹറോഷത്ത് ഹഗോയി മുതൽ കിഷോൺ നദി വരെയും. 19. അധ്യായം 4 വാക്യം 14 പ്രകാരം ദബോറ ബാറക്കിനോട് പറഞ്ഞു എന്ത്? ഉത്തരം: മുന്നേറുക, കർത്താവ് സിസേറയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത്. 20. കർത്താവ് സിസേറയെയും അവൻ്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ആരുടെ മുൻപിൽ വച്ചാണ് വാൾമുനയിൽ ചിതറിച്ചത്? ഉത്തരം: ബാറക്കിൻ്റെ. 21. ബാറക്ക് സിസേറയുടെ രഥങ്ങളെയും സൈന്യങ്ങളെയും എവിടം വരെ അനുധാവനം ചെയ്തു? ഉത്തരം: ഹറോഷത്ത് ഹഗോയിൽ വരെ. 22. സിസേറ അഭയം പ്രാപിച്ചതെവിടെ? ഉത്തരം: കേന്യനായ ഹേബറിൻ്റെ ഭാര്യ ജായലിൻ്റെ കൂടാരത്തിൽ. 23. ഹസോർ രാജാവായ യാബിൻ
ഏതു കുടുംബവുമായാണ് സൗഹൃദത്തിലായിരുന്നത്? ഉത്തരം കേന്യനായ ഹേബറിൻ്റെ. 24. സിസേറ ജായലിൻ്റെ കൂടാരത്തിൽ പ്രവേശിച്ചു. അവൾ അവനെ ഡാഷ് കൊണ്ട് മൂടി. ഉത്തരം കരിമ്പടം. 25. എനിക്ക് ദാഹിക്കുന്നു, അല്പം വെള്ളം തരൂവെന്ന് സിസേറ പറഞ്ഞപ്പോൾ ജായൽ എന്തു ചെയ്തു? ഉത്തരം തോൽക്കുടം തുറന്ന് അവന് കുടിക്കാൻ പാൽ കൊടുത്തു. 26. സിസേറയ്ക്ക് കുടിക്കാൻ പാൽ കൊടുത്തതിന് ശേഷം ജായൽ എന്തു ചെയ്തു? ഉത്തരം വീണ്ടും അവനെ പുതപ്പിച്ചു. 27. വീണ്ടും പുതപ്പിച്ചപ്പോൾ സിസേറ എന്താണ് ജായലിനോട് പറഞ്ഞത്? ഉത്തരം കൂടാരത്തിൻ്റെ വാതിക്കൽ നിൽക്കുക, ആരെങ്കിലും വന്നന്വേഷിച്ചാൽ ഇവിടെ ആരുമില്ലെന്ന് പറയണം. 28. ജായൽ എന്തെടുത്തുകൊണ്ടാണ് സിസേറയുടെ അടുത്ത് ചെന്നത്? ഉത്തരം കൂടാരത്തിൻ്റെ ഒരു മരയാണിയും ചുറ്റികയും. 29. സിസേറയെ ജായൽ കൊന്നതെങ്ങനെ? ഉത്തരം മരയാണി സിസേറിൻ്റെ ചെന്നിയിൽ ചുറ്റിക കൊണ്ടടിച്ചിറക്കി. 30. സിസേറയെ പിന്തുടർന്ന് വന്ന ബാരക് ജായലിൻ്റെ കൂടാരത്തിൽ പ്രവേശിച്ചു. അവനെ സ്വീകരിക്കാൻ ചെന്ന ജായൽ എന്താണ് പറഞ്ഞത്? ഉത്തരം വരിക, നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം. 31. അങ്ങനെ ആ ദിവസം കാനാൻ രാജാവായ യാബിനെ ദൈവം ഇസ്രയേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തി. ഏതു ദിവസം? ഉത്തരം സിസേറ ചെന്നിയിൽ മരയാണി തറച്ച് മരിച്ച ദിവസം. 32. ഡാഷ് വരെ ഇസ്രയേൽ ജനം അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഉത്തരം കാനാൻ രാജാവായ യാബിൻ നിശേഷം നശിക്കുന്നതുവരെ. എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.